ഒരുമിച്ച് കൂടിയിട്ടുള്ള മുതഅല്ലിമുകൾ, നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനിന് ശേഷം ശവ്വാൽ മാസത്തിലെ നമ്മുടെ മാസാന്ത സ്വലാത്ത് മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായ റമളാനിൽ ഒരു മാസം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി ഇനിമേലിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള പ്രതിജ്ഞകൾ എടുത്തുകൊണ്ട് ഖൽബും ശരീരവും എല്ലാം നന്നാക്കി ഒരു പുതിയ മനുഷ്യനായി മാറിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു നമുക്ക് നന്നാകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനിന് മുമ്പ് നമ്മുടെ മദ്രസ, അതുപോലെ ദർസ്, ദഅവ കോളേജുകളെല്ലാം ലീവ് നൽകിയിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയിൽ നമ്മുടെ മദ്രസ ആരംഭിക്കുന്നു, ദർസ് ആരംഭിച്ചു. ഇനി ദഅവ വിദ്യാർത്ഥികളുടെ ക്ലാസ്സും ഒക്കെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, സ്കൂളുകൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ലീവ് നൽകപ്പെട്ടിട്ടുള്ള സമയമാണ്. രക്ഷിതാക്കളായ നാം മനസ്സിലാക്കണം, അല്ലാഹു നമുക്ക് നൽകിയ സന്താനങ്ങൾ, മക്കൾ, ആ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്രദമായ മക്കളാക്കി നമ്മൾ മാറ്റണം. അതിനുള്ള ശ്രമം നാം നടത്തണം. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അസ്വബിയു അമാനത്തുൻ ഇൻദ വാലിദൈഹി. ഒരു കുട്ടി എന്ന് പറയുന്നത് അമാനത്തുൻ ഇൻദ വാലിദൈഹി, ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഒരു അമാനത്തായി അല്ലാഹു നൽകിയിട്ടുള്ള ഒന്നാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്. ആ മക്കളെ നമ്മൾ ഏത് രൂപത്തിലാണ് അവരെ പഠിപ്പിക്കുന്നതും വളർത്തുന്നതും എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു കുട്ടിയെ നന്നാക്കി നല്ല കാര്യം പഠിപ്പിച്ച് ദീനിയായ കാര്യത്തിൽ ആ മക്കളെ വളർത്തിയാൽ ആ മക്കൾക്കും മാതാപിതാക്കൾക്കും സ്വർഗം കിട്ടാൻ അത് കാരണമാണ്. ആ മക്കളെ തെറ്റിപ്പോയ വഴിയിൽ ആണ് മക്കളെ വളർത്തുന്നതെങ്കിൽ ആ കുട്ടികളും വളർത്തിയ രക്ഷിതാക്കളും പരാജയപ്പെട്ടു, ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെട്ടു പോകും. അല്ലാഹു കാത്ത് സലാമത്താക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെയൊക്കെ ഇൽമിന്റെ വഴിയിലേക്ക് നാം പറഞ്ഞയച്ചാൽ, ഇൽമിന്റെ വഴിയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയച്ചുകൊണ്ട് ആ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി വളർത്തിയെടുക്കണം. നമ്മുടെ സന്താനങ്ങൾ, ആ സന്താനങ്ങൾക്ക് നമ്മൾ രണ്ട് വിദ്യാഭ്യാസവും നൽകുന്നവരാകണം. ശർഈയായ ഇൽമ് അത് ഏറ്റവും പ്രധാനമാണ്. ഇൽമ് നമ്മുടെ മക്കൾക്ക് നൽകുന്നതിലൂടെ ആ മക്കൾ നല്ല സ്വാലിഹീങ്ങളായി ഏറ്റവും വലിയ ഒരു അനന്തര സ്വത്തായ ഇൽമിനെ അതിന്റെ വാഹകരായി നമ്മുടെ സന്താനങ്ങൾ മാറുകയാണ്.
ഇൽമു പഠിക്കുന്നതിലൂടെ നമ്മുടെ മക്കൾക്ക് വലിയ പുരോഗതിയും വലിയ ഉയർച്ചയും ലഭിക്കുന്നു, വലിയ ബറക്കത്ത് അതിൽ ലഭിക്കുന്നു. നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ ഇൽമു പഠിക്കുന്ന സമയത്ത്, ആ ഇൽമു പഠിക്കുമ്പോൾ ഇൽമു പഠിക്കാൻ ആ കുട്ടി കാരണമായ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല വലിയ കാവലും വലിയ ബറക്കത്തും അല്ലാഹു നൽകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, മദ്രസകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ മക്കൾക്ക് ആവശ്യമായ ശർഈയായ ഇൽമ് നൽകുന്നതിന് വേണ്ടിയാണ് മദ്രസ സമ്പ്രദായം നമ്മുടെ ആലിമീങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കുട്ടിയുടെ 5-ാമത്തെ വയസ്സിൽ എന്ത് പഠിക്കണം, ആ കുട്ടിക്ക് 6 വയസ്സാകുമ്പോ എന്ത് പഠിക്കണം, 7 വയസ്സാകുമ്പോ എന്ത് പഠിക്കണം, 8 വയസ്സാകുമ്പോ, 9 വയസ്സാകുമ്പോ, 10 വയസ്സാകുമ്പോ, 11 വയസ്സാകുമ്പോ, ഓരോ വയസ്സിൽ ആ കുട്ടി പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ശർഈയായ ഇൽമുകളാണ് മദ്രസയിലെ ഓരോ ക്ലാസുകളിലും നമ്മുടെ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് വ്യവസ്ഥാപിതമായ ഒരു സിലബസും വ്യവസ്ഥാപിതമായ ഒരു സംവിധാനവും നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ വിദ്യാഭ്യാസ ബോർഡിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ പയ്യത്തുവേര് ജമാഅത്തിന്റെ കീഴിൽ വ്യവസ്ഥാപിതമായി തന്നെ ഒരു മദ്രസ ബോർഡിന്റെ മേൽനോട്ടത്തിലായി നമ്മുടെ മദ്രസകൾ ക്രിയാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രഗത്ഭരായ ഉസ്താദുമാരിലൂടെ നമ്മുടെ മക്കൾക്ക് ഇൽമു പഠിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം നമ്മുടെ നാടുകളിൽ വളരെ സുലഭമായി നമുക്കുണ്ട്. എന്നിട്ടും ഞാൻ വേദനയോടെ പറയട്ടെ, നമ്മുടെ മക്കളെ എന്നിട്ടും ഇൽമു പഠിക്കുന്നതിന് വേണ്ടി പറഞ്ഞേക്കാത്ത രക്ഷിതാക്കളുണ്ട് എന്ന് പറയുമ്പോ ഈ ഒരു ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അവർക്ക് ലഭിക്കാതെ പോകുന്നത് എന്ന് ഓർത്ത് വിഷമിക്കുകയാണ്. നമ്മുടെ സന്താനങ്ങൾക്ക് ആവശ്യമായ ശർഈയായ ഇൽമ്, ആ ഇൽമ് ലഭിക്കുന്നില്ല. ആ ഇൽമ് അവർക്ക് അറിഞ്ഞില്ലെങ്കിൽ, ആ ഇൽമ് അവർക്ക് ലഭിച്ചില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ആ കുട്ടികൾ മാത്രമല്ല, കുട്ടികളെക്കാൾ മുമ്പ് രക്ഷിതാക്കളാണ് എന്നുള്ള ബോധം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നാശമാണ്. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുന്നു, നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ഫഹ്ദറുഹും, ആ ശത്രുക്കളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, സന്താനങ്ങളെ ഇൽമിന്റെ ദീനിയായ വഴിയിൽ നമ്മൾ വളർത്തിയില്ലെങ്കിൽ ആ സന്താനങ്ങൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മൾ താലോലിച്ച് വളർത്തിയ നമ്മുടെ മക്കളായി തീരും. അല്ലാഹു കാത്തു സലാമത്താക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് ശർഈയായ ഇൽമു കൊടുക്കേണ്ടത് ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും ബാപ്പയുടെയും ഉമ്മയുടെയും ഒരു രക്ഷിതാവിന്റെയും ഉത്തരവാദിത്വമാണ്. ആ മക്കൾക്ക് ശർഈയായ ഇൽമു നൽകിയിരിക്കണം. ആ ശർഈയായ ഇൽമു അവർക്ക് കൊടുത്തിരിക്കണം. അവർക്കത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇന്ന് മദ്രസയിലേക്ക് നമ്മൾ മക്കളെ പറഞ്ഞേക്കുമ്പോ പലരും അതൊരു കുറവായി, അതൊരു ന്യൂനതയായി, അതിൽ വല്ലാത്ത ഒരു മടി കാണിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം തിരുത്തേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. മദ്രസ എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് ഇൽമു പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം, ഒരു അവസരമാണ്. അത് ബാപ്പയും ഉമ്മയും രക്ഷിതാവും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അതിന് പകരം നമ്മുടെ മഹല്ലിന്റെ കീഴിൽ ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നതുകൊണ്ട്
രക്ഷിതാക്കളായ നമ്മൾ ആ മക്കളെ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാൽ മാത്രമേ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മളും ഒഴിവാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ സന്താനങ്ങളെ ഇൽമിന്റെ വഴിയിലേക്ക് നമ്മൾ പറഞ്ഞേക്കുക. ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ മദ്രസകളുണ്ട്, ശരിയാണ്. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിലും മദ്രസയുണ്ട്, പല ഇംഗ്ലീഷ് മീഡിയങ്ങളിലും മദ്രസയുണ്ട്. പക്ഷേ ആ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ മദ്രസ എത്രയാണ് ലഭിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അത് രാവിലെ മുതൽ ആ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയി സ്കൂൾ വിദ്യാഭ്യാസങ്ങൾ പഠിച്ച് അവസാനം ആ കുട്ടികൾക്ക് ക്ഷീണം വന്ന് സ്കൂൾ ഒന്ന് വിട്ടാൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്താണ് നമ്മുടെ മക്കൾ മദ്രസ പഠിക്കുന്നത്. അവിടെ പല സ്കൂളുകളിലും, പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും ആ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കുട്ടികളെ കിട്ടാൻ വേണ്ടി മാത്രം മദ്രസകൾ പേരിന് വേണ്ടി മാത്രം നടത്തുന്ന പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഉണ്ട്. ഏതായാലും ഇംഗ്ലീഷ് മീഡിയം ഞാനതിനെ കുറവാക്കി കാണുകയില്ല, സമൂഹത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മഹലിന്റെ കീഴിൽ വളരെ വ്യവസ്ഥാപിതമായി അതിന്റെ മദ്രസകളും വളരെ ക്രിയാത്മകമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ലഭിക്കുന്നത് കേവലം ചുരുങ്ങിയ ഒരു സമയം മാത്രമാണ്. ആ സമയത്തിൽ മാത്രം നമ്മൾ ഒതുക്കാതെ നമ്മുടെ നാട്ടിലെ മദ്രസകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയച്ചുകൊണ്ട് ആ മക്കൾക്ക് പൂർണ്ണമായ ശറഈയ ഇൽമ ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ നമ്മൾ എത്തിക്കണം. നമ്മൾ ഒന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അന്യ സംസ്ഥാനങ്ങളിലേക്ക്, ഒന്ന് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ മതി. റമദാനിൽ തന്നെ ഇവിടെ അതിന്റെ ചില ആളുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന സമയത്ത് നമ്മൾ പലരും കണ്ടവരാണ്. ഇൽമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയില്ല, ദീനറിയില്ല, അള്ളാഹുവിനെ അറിയില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയില്ല, ഒന്നും അറിയാത്ത ഒരു സമൂഹം ഇന്ന് ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ജീവിക്കുന്നുണ്ട്. അവർക്ക് അവിടെ ഇൽമ പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല, മദ്രസകളില്ല, അവർക്ക് സംവിധാനങ്ങളില്ല. അൽഹംദുലില്ലാഹ്, നമുക്ക് അല്ലാഹു തആല ചെയ്ത വലിയൊരു നിഅമത്താണ് ധാരാളം ആലിമീങ്ങളും മദ്രസകളും ഇൽമു പഠിക്കാനുള്ള ദർസുകളും ദഅവാ കോളേജുകളും നമ്മുടെ കാലിന്റെ അടിയിൽ തന്നെയുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കളെ ഇൽമിന്റെ വഴിയിലേക്ക് പറഞ്ഞേക്കാതെ ആ മക്കളെ നമ്മൾ തടഞ്ഞു വെച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഉത്തരവാദിത്വം നമുക്കുണ്ടാകണം, ബോധമുണ്ടാകണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഈ ശനിയാഴ്ച, നാളെയല്ല മറ്റന്നാൾ നമ്മുടെ മദ്രസയുടെ ഫത്ഹെ മുബാറക് രാവിലെ മദ്രസയുടെ ഈ വർഷത്തെ പഠനാരംഭം ആരംഭിക്കുകയാണ്. രക്ഷിതാക്കൾ എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം 5 വയസ്സ് പ്രായമായ നമ്മുടെ മക്കളെയെല്ലാം നമ്മുടെ മദ്രസകളിലേക്ക് ചേർത്തുകൊണ്ട് അവർക്ക് ഇൽമു പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് എല്ലാ രക്ഷിതാക്കളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസ ശനിയാഴ്ച ആരംഭിക്കുന്നു. മക്കളെയൊക്കെ കൃത്യമായി പറഞ്ഞേക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ, സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോ നമ്മുടെ മക്കളെ എത്ര താല്പര്യത്തോടു കൂടിയാണ് പറഞ്ഞേക്കുന്നത്. കുളിപ്പിച്ച് ഇസ്തിരിയിട്ട വസ്ത്രം അവർക്ക് ധരിപ്പിച്ച്, യൂണിഫോം ധരിപ്പിച്ച് അവരെ വൃത്തിയാക്കി, പെൺകുട്ടികളാകുമ്പോ തലയെല്ലാം വാരിക്കൊടുത്ത് വളരെ നന്നായി നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കുമ്പോ മദ്രസയിലേക്കും ഇതുപോലെ തന്നെ അതിനേക്കാളേറെ അവർ പഠിക്കുന്നത് ഖുർആനാണ്. അവർ പഠിക്കുന്നത് ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള ഇൽമാണ്. അതുകൊണ്ട് ആ ശറഈയ ഇൽമാണ്, ബറക്കത്തുള്ള ഇൽമാണ്. രാവിലെ തന്നെ കുട്ടികളെ എഴുന്നേൽപ്പിച്ച് അവരെ കുളിപ്പിച്ച് അവർക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ച് അവർക്ക് സുഗന്ധം പുരട്ടിയിട്ട് അവരെ നല്ല നിലക്ക് മദ്രസയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം, താല്പര്യത്തോടുകൂടി പറഞ്ഞേക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ആ മക്കൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും, അവർക്ക് മദ്രസ പഠിക്കുന്ന സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അതോടുകൂടി നമ്മുടെ ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും പഠനങ്ങൾ ആരംഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്
7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മുടെ ദഅവ സംവിധാനം ഇവിടെ 2 വർഷമായി ആരംഭിച്ചിട്ട് ഒരുപാട് മുത്തഅല്ലിമുകൾ നമ്മുടെ നാട്ടിലും നമുക്കുണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണത്. ഈ വർഷവും നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ അതിലേക്ക് കഴിഞ്ഞ 1ാമത്തെ അഡ്മിഷനിൽ അവർ വന്ന് ഇവിടെ ഇന്റർവ്യൂവിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദഅവ ദർസിന്റെ 2ാമത്തെ ഇന്റർവ്യൂ ഈ വരുന്ന ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഇവിടെ വെച്ച് നടക്കുകയാണ്. നമ്മുടെ മക്കളെ 8ാം ക്ലാസ്സിലേക്കും 9ാം ക്ലാസ്സിലേക്കും +1ലേക്കും ചേർക്കേണ്ട കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ് അവസരമുണ്ട്. നല്ല പ്രഗൽഭരായ ഉസ്താദുമാരുണ്ട്. മഹാനായ ശൈഖുന താജുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു അവിടെ നിന്ന് ആരംഭിച്ചു തന്ന 6 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുള്ള ദർസാണ്. ശൈഖുന ഉസ്താദ് അവർകൾ നമുക്ക് ഏൽപ്പിച്ചു പോയ മഹാനായ വന്യരായ ശൈഖുന മജീദ് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഉസ്താദിന്റെ നേതൃത്വമുണ്ട്, മറ്റൊരുപാട് ആലിമീങ്ങളെ ഉസ്താദുമാരുടെ നേതൃത്വമുണ്ട്. ഈ നിലക്കുള്ള നല്ല ഈ ദഅവാ ദർസിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഇൽമിന്റെ വഴിയിൽ അവരെ പഠിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വന്യരായ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ ജമാഅത്തിന്റെ കീഴിലായി 4 വർഷം മുമ്പ് ആരംഭിച്ച നമ്മുടെ മണവാട്ടി ബീവി വിമൻസ് ശരീഅത്ത് കോളേജ്, അൽഹംദുലില്ലാഹ് ഈ വർഷം നമ്മുടെ വിമൻസ് ശരീഅത്ത് കോളേജിൽ 3 കൊല്ലത്തെ കോഴ്സ് പൂർത്തീകരിച്ചുകൊണ്ട് 16 പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ട്. അവർക്ക് ഇൻഷാ അല്ലാഹ് ഷാഫിയ എന്ന് പറയുന്ന സനദ് ഈ വരുന്ന 22ാം തീയതി നൽകപ്പെടുകയാണ്. വളരെ വിപുലമായ ആ പെൺകുട്ടികൾക്ക് സ്ത്രീകൾ മാത്രം സംബന്ധിക്കുന്ന സനദ് ദാന പരിപാടി ഇൻഷാ അല്ലാഹ് 22ാം തീയതി സംബന്ധിക്കുന്നു. എല്ലാ ഉമ്മമാരും അതിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അന്ന് രാവിലെ 22ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക്, ഉംറ പോകുന്നവർക്കെല്ലാം ഹജ്ജ് ഉംറ ക്ലാസ് അവിടെ നടക്കുന്നുണ്ട്. അതിലും സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വൈകുന്നേരം 4:30 മണിക്ക് അവിടെ ഈ പെൺകുട്ടികൾക്കുള്ള സനദ് ദാനം നടക്കുന്നു. സഹോദരിമാരതിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അന്ന് മഗ്‌രിബിന്റെ ശേഷം നമ്മുടെ ആ സനദ് ദാന സമ്മേളനത്തിന്റെ സമാപന പരിപാടി പ്രഗൽഭരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ അവരുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്ന പരിപാടിയിൽ നൗഫൽ സഖാഫി കളസ ഉസ്താദിന്റെ പ്രഗൽഭമായ പ്രഭാഷണമുണ്ട്. ഒരുപാട് നേതാക്കൾ അതിൽ സംബന്ധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന തിങ്കളാഴ്ച 22ാം തീയതി നിങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ സംബന്ധിക്കണമെന്നും സഹോദരിമാർ മാത്രം സംബന്ധിക്കേണ്ട സനദ് ദാന പരിപാടിയിൽ നിങ്ങളും സംബന്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റു മദ്രസകളുണ്ട്. ഇങ്ങനെ നമ്മുടെ ജമാഅത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ വിപുലമായ നിലയ്ക്ക് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾ, നമുക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ജമാഅത്തിന്റെ കീഴിൽ തന്നെ ഉണ്ട്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനമായി ഒന്നുകൂടി പറയുന്നു, നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ മക്കളെ നല്ല നിലക്ക് ശ്രദ്ധിക്കണം. അവരെ നല്ല നിലക്ക് പഠിപ്പിക്കണം. ശർഈയായ ഇൽമു പഠിപ്പിക്കുന്നിടത്ത് ഒരു വീഴ്ചയും വരുത്താതെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മുടെ സന്താനങ്ങളെയൊക്കെ നന്നാക്കി പെരുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി അല്ലാഹു നമ്മുടെ മക്കളാക്കി തീർക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഇന്നത്തെ ശീരണി ഉമർ PH പാലങ്കിരി അവരുടെ വകയാണ്. അവരുടെ കുടുംബത്തിനും അവർ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, അദ്ദേഹത്തിന്റെ ആ സംഭാവന 20,000 ഉറുപ്പികയാണ് ഇന്നത്തെ ശീലനയ്ക്ക് വേണ്ടി തന്നിട്ടുള്ളത്. നീ സ്വീകരിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് തങ്ങളവർ ദുആ ചെയ്യും. അതിന്റെ സവാബ് അവരെ കുടുംബത്തെ മരിച്ചവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ നമ്മുടെ ഇക്ബാലിച്ച മുർത്തണ എല്ലാ സ്വലാത്തിനും ഇവിടെ വരികയും സംഭാവന നൽകുന്നയാളാണ്. ഇന്ന് 2,000 ഉറുപ്പിക ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. KK അബ്ദുൽ ഗഫൂർ അവരുടെ മകളുടെ കല്യാണം അത് റാഹത്തായി കഴിയാൻ വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ സംഭാവനകൾ തന്നിട്ടുണ്ട്. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഖൈറായ ഉദ്ദേശങ്ങൾ അല്ലാഹു
പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വന്യരായ ശൈഖുന മജീദ് ഉസ്താദിന് തീരെ സുഖമില്ല. ഇന്ന് ഡോക്ടറെ കണ്ടിട്ട് വന്നതാണ്. ആഫിയത്ത് വളരെ കുറവാണ്. റബ്ബേ നീ ദീർഘായുസ്സും ആഫിയത്തും നൽകും റഹ്മാനെ. ആരോഗ്യം ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. നീ വളരെ പെട്ടെന്ന് ശിഫാ നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്യും. നമ്മുടെ റഫീഖ് മരിച്ചുപോയ ബാപ്പയ്ക്ക് വേണ്ടി ദുആർക്കാൻ വേണ്ടി 200 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു ഇതിന്റെ സവാബ് അദ്ദേഹത്തിന്റെ ബാപ്പന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ദുആ ചെയ്യുന്നു. നമ്മുടെ അടുത്ത സ്വലാത്ത് മെയ് 9-ാം തീയതിയാണ് നടക്കുന്നത്. എല്ലാവരും ഓർമ്മ വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകുന്നു. വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.